15ഉം 16ഉം വാക്യം. പിന്നെ അവൻ അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ലോകരക്ഷിതാവായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തൻ്റെ സ്വർഗാരോഹണ സമയത്ത് തന്നെ പിൻപറ്റിയ ശിഷ്യന്മാരോട് യേശു പറഞ്ഞ ഒരു വാക്കാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. അവരോട് കർത്താവ് ആഹ്വാനം ചെയ്തത് എന്തെന്നാൽ സുവിശേഷം പ്രസംഗിക്കണം. രണ്ടാമത്, സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടര് ചെയ്യേണ്ടുന്ന പ്രവൃത്തികളെ കുറിച്ചാണ് കർത്താവ് ആ തിരുവെഴുത്തുകളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുവിനെ വിശ്വസിക്കുകയും ഏൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ഇല്ലാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് ലോകരക്ഷിതാവായ യേശുക്രിസ്തു ലോകത്തോട് സാക്ഷീകരിച്ച ഒരു ദൈവിക സന്ദേശമാണ് ഇന്ന് രാത്രി നമ്മളിവിടെ കേട്ടത്. എന്താണ് സുവിശേഷം? നമ്മളെല്ലാവരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് സുവിശേഷം? സുവിശേഷം എന്നാൽ നല്ല വാർത്ത എന്നാണ്, ഗുഡ് ന്യൂസ്. നല്ല വാർത്ത എന്നാണ് സുവിശേഷം. എന്നാൽ ഈ സുവിശേഷത്തെ കുറിച്ച് ദൈവഭക്തന്മാർ പല രീതികളിലായി ചിത്രീകരിച്ചിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. യോഹന്നാൻ യേശുക്രിസ്തുവിന് മുന്നോടിയായി കടന്നു വന്ന യോഹന്നാൻ ഈ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: മാനസാന്തരപ്പെട്ട് ദൈവത്തിൽ വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം, സുവിശേഷത്തിൽ വിശ്വസിക്കണം എന്ന് അദ്ദേഹം പറയുവാനിടയായി. രണ്ടാമത്, അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. പ്രിയമുള്ളവരെ, സുവിശേഷം എന്നത് ഒരു വ്യക്തിയാണ്. സുവിശേഷം എന്നത് അത് ദൈവശക്തിയാണ്. അത് രക്ഷിക്കപ്പെടുന്നവർക്കും അത് ദൈവത്തിന്റെ ശക്തിയാണ്. സുവിശേഷം എന്നത്, സുവിശേഷം എന്നാൽ ഒരു വ്യക്തിയാണ്. അത് കർത്താവായ യേശുക്രിസ്തുവാണ് ആ സുവിശേഷം. അതിന് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. എന്ന് വെച്ചാൽ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും യേശുക്രിസ്തുവിന്റെ നല്ല ഗുണം, സൽഗുണം എന്ന് പറഞ്ഞാൽ നല്ല ഗുണത്തെ കുറിച്ച് അവൻ പ്രസംഗിക്കുവാൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൽ കടന്നു വന്ന അനവധി മഹാന്മാരുണ്ട്, അനവധി ആൾദൈവങ്ങളുണ്ട്. പക്ഷേ അവരൊക്കെയും അവരെ നോക്കുമ്പോൾ ഈ നല്ല ഗുഡ് ന്യൂസ് പറയുവാൻ ചരിത്രപരമായ രേഖകളില്ല. നല്ല വാർത്ത എന്ന് പറഞ്ഞാൽ ഏത് വാക്കിൽ നല്ലതായിരിക്കണം, പ്രവൃത്തികൾ നല്ലതായിരിക്കണം, തന്റെ ജീവിതത്തിൻ്റെതായ എല്ലാ മേഖലകളിലും ആ നല്ല ഗുഡ് ന്യൂസ് ആയിരിക്കണം, നല്ല ശ്രദ്ധേയപരമായിരിക്കണം, അത് പറയുവാൻ കൊള്ളാകുന്നതായിരിക്കണം സുവിശേഷം എന്നത്. എന്നാൽ ഈ ലോകത്തിൽ കടന്നു വന്ന അനവധി ആൾദൈവങ്ങളെയും അനവധി മഹാന്മാരെയും നോക്കിക്കഴിയുമ്പോൾ അവർ ഈ ലോകത്തിൽ വന്നു, ജീവിച്ചു, നമ്മെ പോലെ വിവാഹം കഴിച്ചു, അവർ നമ്മെ പോലെ ജീവിച്ചു, അവർ സിദ്ധാന്തങ്ങൾ പറഞ്ഞു, അവർ ആ മരണത്തിന് കീഴ്പ്പെട്ടു, അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ ലോക രക്ഷിതാവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ളതായ തിരുവചന സത്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ സാക്ഷീകരിച്ചിരിക്കുന്നു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അതേ വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു. യേശുക്രിസ്തു അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവചന പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള തിരുവചന 66 പുസ്തകങ്ങളിൽ പരിശോധിച്ച് നോക്കിയാൽ അവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് വളരെ വ്യക്തമായി സാക്ഷീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് വചനം ജഡമായി പുതിയ നിയമത്തിൽ ആവർത്തിച്ച് രേഖപ്പെടുത്തി, വചനം
ഇടയിൽ പാർത്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൽ ജനിക്കപ്പെട്ട മഹാന്മാരെ കുറിച്ച് നോക്കിയാൽ ഇത്തരത്തിൽ ഒരു നല്ല വാർത്ത പറയുവാൻ നമുക്ക് കാണുന്നില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, അതേ വചനം ദൈവമായിരുന്നു. കാലഘട്ടത്തിന്റെ ചരിത്രങ്ങളിൽ പരിശോധിച്ചാൽ AD എന്നും BC എന്നും കാലഘട്ടത്തെ രണ്ടായി തരംതിരിച്ച് BC 4 വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്തിൽ അവതരിച്ചതത്രേ കർത്താവായ യേശു ക്രിസ്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സുവിശേഷത്തിന് അനവധി സവിശേഷതകളുണ്ട്. എന്താണ് അനവധി സവിശേഷങ്ങൾ? സുവിശേഷം ഇവിടെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. സുവിശേഷം എന്ന് പറയുന്നത് തകർക്കപ്പെട്ടവനെ അവൻ പണിതെടുത്തതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് മുറിക്കപ്പെട്ടവന്റെ മുറിവ് കെട്ടിയതാണ് സുവിശേഷം. സുവിശേഷം എന്ന് പറയുന്നത് അന്യപ്പെട്ടു പോയതിനെ ചേർത്ത് പിടിച്ചതാണ് സുവിശേഷം. എല്ലാ നിലകളിലും തകർന്നടിഞ്ഞ ജീവിതത്തെ നോക്കി ഇന്ന് പകൽ ഞങ്ങൾക്ക് പറയുവാൻ ഒരൊറ്റ നാമമുണ്ട്, നിന്നെ പണിയുന്നതാണ് ഈ സുവിശേഷം എന്ന് പറയുന്നത്. അനവധിയാണ് ഈ സുവിശേഷത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ നല്ല ഗുണം ഒന്ന് നമുക്ക് പരിശോധിക്കാം. ലോകത്തിൽ വന്നവർക്ക് ഇത്തരത്തിലുള്ള നല്ല ഗുണങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. അവതാരങ്ങൾ കടന്നു വന്നു, ആ ദൈവങ്ങൾ കടന്നു വന്നു, തത്വങ്ങളുടേതായ രീതികളും പറഞ്ഞു, മരണത്തിന് കീഴ്പ്പെട്ടു, അവിടെ കൊണ്ട് അവസാനിച്ചു. എന്നാൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിശോധിച്ചാൽ അങ്ങനെയല്ല. 4 സുവിശേഷ ഭാഗങ്ങളിൽ യേശു ക്രിസ്തുവിന്റെ വ്യത്യസ്തപരമായിരിക്കുന്ന 4 രീതികളെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിങ്ങനെയാണ്. മത്തായി എഴുതി യേശു ക്രിസ്തുവിനെ രാജാവായി പ്രഖ്യാപിച്ചു. യേശു ക്രിസ്തുവിന്റെ രാജകീയത്വത്തെ കുറിച്ച് മത്തായി എഴുതുവാനിടയായി. രണ്ടാമത് ലൂക്കോസ് എഴുതി യേശു ക്രിസ്തുവിനെ ഒരു ദാസനായി രേഖപ്പെടുത്തി എഴുതി. യേശു ക്രിസ്തു ദാസ രൂപമെടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്ന് മനുഷ്യന്റെ രക്ഷയ്ക്കായി കടന്നു വന്ന ദാസത്വത്തെ കുറിച്ച് അവൻ മർക്കോസ് പ്രസംഗിക്കുവാനിടയായി. മൂന്നാമത് ലൂക്കോസ് എന്ന് പറയുന്നത് ദൈവപുത്രനായിരിക്കുന്ന അവൻ യേശു ക്രിസ്തുവിനെ കുറിച്ച്, അവൻ മനുഷ്യപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് അവൻ രേഖപ്പെടുത്തി. എന്തിനാണ് യേശു മനുഷ്യനായി ലോകത്തിൽ വന്നത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, തിരുവെടുത്ത് ആവർത്തിച്ച് രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: മക്കളും ജഡരക്തങ്ങളോട് കൂടിയവർ ആകയാൽ അവനും അവരെ പോലെ യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ അവരെ പോലെ താങ്കളെ പോലെ ഈ ശബ്ദം കേൾക്കുന്ന എന്റെ വാത്സല്യ മിത്രങ്ങളെ, നിങ്ങളെ പോലെ നിങ്ങളിൽ ഒരുവനായി യേശു ലോകത്തിൽ മനുഷ്യനായി അവതരിക്കുവാനിടയായി. 4-ാമത്തെ പുസ്തകം യോഹന്നാന്റെ സുവിശേഷം, അതിനകത്ത് ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതി, ദൈവപുത്രത്വത്തെ കുറിച്ച് എഴുതി. ഇത്തരത്തിൽ 4 സുവിശേഷങ്ങളിൽ ചരിത്രപരമായി എഴുതപ്പെട്ടതാണ് 4 സുവിശേഷങ്ങൾ. എന്നാൽ ഈ 4 സുവിശേഷങ്ങളിലും ലോകത്തിൽ കാണപ്പെടുന്ന മഹാന്മാരെക്കാൾ വ്യത്യസ്തപരമായാണ് യേശു ക്രിസ്തുവിന്റെ ജീവചരിത്രം എന്ന് പറയുന്നത്.